ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്ത നമ്മളുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മിസ്സിംഗ് കേസാണ്. ഒരു 52 ലക്ഷം പേരെ കാണാനില്ല. വാർത്ത സത്യമാണ്. ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ബീഹാറിൽ വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും അത് അവസാനിച്ചിരിക്കുന്നു. ഓഗസ്റ്റ് 1 കരട് പട്ടിക പുറത്തുവിടും. ഒപ്പം തന്നെ പരാതികൾ ഉണ്ടെങ്കിൽ അത് സെപ്റ്റംബർ 30 നൽകുകയും വേണം. സെപ്റ്റംബർ 30 കൂടി അന്തിമ പട്ടിക നൽകും. ഈ പ്രക്രിയ നടന്നു കഴിഞ്ഞപ്പോൾ 52 ലക്ഷം പേർ ഈ വോട്ടർ പട്ടികയിൽ അനധികൃതമായി കടന്നുകൂടിയവരാണ്. അവരുടെ ഫോമുകൾ തിരിച്ചെത്തിയിട്ടില്ല. അവരെവിടെയെന്നറിയില്ല, ആരെന്നറിയില്ല. ഇതിൽ 18 ലക്ഷം പേർ ഈ ലോകം തന്നെ വിട്ടുപോയവരാണ്. കൃത്യമായി പറഞ്ഞാൽ മരിച്ചുപോയവർ. 7 ലക്ഷം പേർ വിവിധ മണ്ഡലങ്ങളിൽ, അതായത് ഒന്നിലധികം മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യുന്ന കുമ്പിടികളാണ്. ഇനി 26 ലക്ഷം വോട്ടർമാർ വിവിധ മണ്ഡലങ്ങളിലേക്ക് ചേക്കേറിയവരാണ്. അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോൾ 52.3 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കിയത്. ഇതിനിടയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ പറഞ്ഞത് പൗരത്വം പരിശോധിക്കാനുള്ള എല്ലാ അവകാശവും സംസ്ഥാന സർക്കാരുകൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു പക്ഷേ ഭാവിയിൽ പൗരത്വ നിയമവുമായി കൂട്ടിക്കെട്ടുമ്പോൾ ഈ വോട്ടർമാരെ എല്ലാം തന്നെ നീക്കം ചെയ്യേണ്ടി വരും. ഇതിൽ 18 ലക്ഷം പേർ മരിച്ചു പോയവരാണ്. മറ്റുള്ളവർക്ക് ഐഡികളും മറ്റും ഹാജരാക്കാനോ ഇല്ലെങ്കിൽ അവരെവിടെയാണെന്നോ അറിയാത്ത ആളുകളുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം തന്നെ ഈ ഒരു വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നടത്തുമ്പോഴും 1.5 ലക്ഷം പാർട്ടി പ്രവർത്തകർ, അതായത് വിവിധ പാർട്ടികളിൽപ്പെടുന്ന പ്രവർത്തകർ, ബൂത്ത് ഏജന്റുമാർ ഈ പ്രക്രിയയുടെ ഭാഗമായിരുന്നു എന്ന് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. ഏതായാലും കേസ് സുപ്രീം കോടതിയിലാണ്. പുറമേ വലിയ പ്രതിഷേധങ്ങളൊക്കെ BJP അടക്കം നടത്തുന്നുണ്ട്. BJPയും കോൺഗ്രസും എല്ലാം ഇതിനെതിരെ വലിയ പ്രതിഷേധം നടത്തുന്നുണ്ടെങ്കിൽ പോലും അവരെല്ലാം അവരുടെ ബൂത്ത് ഏജന്റുമാരെ പ്രക്രിയയ്ക്ക് വിട്ടുകൊടുത്തിരുന്നു. ഏതായാലും ഒരു സംസ്ഥാനത്തെ വോട്ടർ പട്ടിക പുതുക്കിയപ്പോൾ 52.3 ലക്ഷം പേർ ആ വോട്ടർ പട്ടികയിൽ അനധികൃതമായി കടന്നുകൂടിയവർ, അതായത് വിവിധ ഇടങ്ങളിൽ നിന്ന് കുടിയേറിയവർ, ഇല്ലെങ്കിൽ ഊരും പേരും ഇല്ലാത്തവർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഈ നാട്ടിൽ ജനിച്ചവരായിരിക്കില്ല. ബംഗ്ലാദേശിൽ നിന്നടക്കം കുടിയേറിയ റോഹിംഗ്യകളും ഒക്കെ ഏറ്റവും കൂടുതൽ സംസ്ഥാനം കൂടിയാണ് ബീഹാർ. അതുപോലെ തന്നെ 18 ലക്ഷം പേർ മരിച്ചവരുണ്ടായിരുന്നു. ഈ മരിച്ചവരും സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിജയകരമാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം. ഇതിൽ 7 പേർ പല മണ്ഡലങ്ങളിലും മാറി മാറി വോട്ട് ചെയ്യുന്നവരുമാണ്. കേരളത്തെ സംബന്ധിച്ച് ഈ വാർത്തകൾക്കൊന്നും വലിയ പുതുമയുണ്ടാകില്ല. കാരണം ഇവിടെ മരിച്ചവർ പതിവായി വോട്ട് ചെയ്യുന്ന ബൂത്തുകൾ പോലും നിലനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.